എല്ലാവർക്കും മാഷും ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാ ഇന്ന് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 2 ലെ ഉത്കൃതനം 2ാം ദിവസം പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് എക്സാം എഴുതിയിട്ടില്ലായിരുന്നോ? എല്ലാ കൂട്ടുകാർക്കും ഈസി ആയിരുന്നല്ലോ എക്സാം? ആണോ അല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്റഗ്രേഷൻ ഡേ 3 ഉത്കൃതനം 3ാം ദിവസം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു തയ്യാറെടുപ്പായാലോ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനായിട്ട് ഇനിയില്ല. വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഗണിതത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വരൂലേ. ഇനി ടീച്ചർ ആ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇനി ചിലപ്പോ നാളത്തെ പരീക്ഷയ്ക്ക് ഒരു പാറ്റേൺ എന്നുള്ള രീതിയിൽ ചോദ്യം വരിക കേട്ടോ. പാറ്റേൺ എന്നൊന്നും കേൾക്കുമ്പോൾ മക്കൾ പേടിക്കേണ്ട. ദാ ഇവിടെ നോക്കിക്കേടാ, ടീച്ചർ ഇവിടെ ഒരു ബോൾ വരച്ചു, അടുത്തതായിട്ട് 2 ബോൾ വരച്ചു, പിന്നെ ടീച്ചർ വരച്ചത് 3 ബോളാണ്. എന്നിട്ട് ഇനി അടുത്ത പിക്ചർ ഏതായിരിക്കും മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേടാ. ആദ്യം ടീച്ചർ എത്ര ബോൾ വരച്ചു? 1 ബോൾ വരച്ചു, പിന്നെ 2 ബോൾ വരച്ചു, പിന്നീട് 3 ബോൾ വരച്ചു. എങ്കിൽ അടുത്ത ടീച്ചർ വരയ്ക്കാൻ പോകുന്ന ചിത്രം ഏതാന്ന് മക്കളൊന്ന് പറഞ്ഞേടാ. ഏതായിരിക്കും? ടീച്ചർ എത്ര ബോൾ വരയ്ക്കും? 4 ബോൾ വരയ്ക്കൂലേ. അത് കഴിഞ്ഞ് ഒന്നുകൂടി വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ടീച്ചർ എത്ര എണ്ണം വരയ്ക്കും? 5 ബോൾ വരയ്ക്കും. മനസ്സിലായോ? അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു ചിത്ര പാറ്റേൺ മക്കൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവും കേട്ടോ. നോക്കിക്കേടാ, നമുക്ക് വേറൊന്നുകൂടി ചെയ്യാം കേട്ടോ. ടീച്ചർ ആദ്യം ഈ ഒരു രൂപം വരച്ചേ, പിന്നെ ഇത്തരത്തിലുള്ള 2 എണ്ണം വരച്ചു, അതിനുശേഷം ഇത്തരത്തിലുള്ള 3 രൂപങ്ങൾ വരച്ചു. എങ്കിൽ ടീച്ചർ ഇനി അടുത്ത് വരയ്ക്കാൻ പോകുന്ന പിക്ചർ ഏതാണെന്ന് മക്കള് പറഞ്ഞേടാ. ഏതാണ്? വെരി ഗുഡ്. ഇത്തരത്തിലുള്ള എത്ര എണ്ണം ടീച്ചർ വരയ്ക്കോ? 4 എണ്ണം വരയ്ക്കില്ലേ. മനസ്സിലായില്ലേ മക്കളെ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, എങ്കിൽ ടീച്ചർ ഒരു ചിത്രം കൂടെ വരയ്ക്കട്ടേടാ. ഇവിടെ ഒരു മിഠായി ഉണ്ട് കേട്ടോ, ഒരു കോഴി മിഠായിയാണ്. അത്ര ടീച്ചർ 2 കോഴി മിഠായി വരച്ചു, പിന്നീട് ടീച്ചർ 3 കോഴി മിഠായി വരച്ചു. എങ്കിൽ അടുത്ത ടീച്ചർ എത്ര എണ്ണം വരയ്ക്കൂടാ? എത്ര വരയ്ക്കും? 4 മിഠായികൾ വരയ്ക്കൂലേ. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? വളരെ ഈസി അല്ലേ? ഓക്കെ മക്കളെ, ഇനി ടീച്ചർ മറ്റൊന്നും കൂടി വരയ്ക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ചേടാ, ടീച്ചർ എന്ത് ചെയ്തു? ബോൾ തന്നെയാണ് വരയ്ക്കുന്നത്. 1 2 3 4 ബോൾ ആദ്യം വരച്ചു. കുറച്ച് വലിയ ബോളുകൾ വരച്ചു അല്ലേ. 4 ബോൾ വരച്ചു. പിന്നെ ടീച്ചർ വരച്ചത് എത്രയാടാ? 3 ബോളുകൾ വരച്ചു. അതിനുശേഷം ടീച്ചർ എത്ര ബോൾ വരച്ചു? 2 ബോൾ വരച്ചു. എങ്കിൽ അടുത്ത ടീച്ചർ എത്ര ബോൾ വരയ്ക്കും? കൂട്ടുകാരൻ വരച്ചിട്ട് പറഞ്ഞേ. ആദ്യം 4 ബോൾ വരച്ചു, പിന്നെ 3 ബോൾ വരച്ചു, പിന്നെ എത്ര ബോൾ വരച്ചുടാ? 2 ബോൾ വരച്ചു. എങ്കിൽ ടീച്ചർ അടുത്തതായിട്ട് എത്ര ബോളുകൾ വരയ്ക്കും? ടീച്ചർ 1 ബോളേ വരയ്ക്കുള്ളൂ അല്ലേ. കാര്യം ഇവിടെ എന്താണ്, ഓരോ ബോളുകൾ വീതം കുറഞ്ഞാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഫസ്റ്റ് ടീച്ചർ വരച്ചപ്പോ എങ്ങനെയായിരുന്നു? ഓരോ ബോൾ വീതം കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഇതേ രീതിയിൽ ചിത്രങ്ങളൊക്കെ തന്നിട്ട് മക്കളടുത്ത് പൂർത്തീകരിച്ച് വരയ്ക്കാനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഏത് രീതിയിലാണോ ഇങ്ങനെ തുടർന്ന് പോകുന്നത് എന്നുള്ളത് ആദ്യ കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, അതിലോട്ട് ചിത്രങ്ങൾ വരച്ചു ചേർക്കുക കേട്ടോ. അപ്പം ഇത്തരത്തില് മക്കൾക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും എഴുതില്ലേ? ഇതിപ്പോ നമുക്ക് ചിത്രങ്ങളായിട്ടാണ് തന്നത്. ഇനി നമുക്ക് ഇതിനെ നമ്പേഴ്സ് ആയിട്ട് തരികയാണെങ്കിൽ എങ്ങനെ തരും? ഇതിനെങ്ങനെ തരും? ഇവിടെ 1 2 3, അടുത്ത 2 സംഖ്യകൾ എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ നമുക്ക് എഴുതാം? 4 5 തുടർന്ന് നമ്മൾ എഴുതി. ഇനി ഇവിടെ ആണെങ്കിലോ 4 3 2. അടുത്ത സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ മക്കൾ എഴുതും മക്കളെ 1 എഴുതൂലേ. അപ്പൊ ഇത് സംഖ്യകളായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ചിത്രങ്ങളായിട്ടോ ഒക്കെ മക്കൾക്ക് തരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഈ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. നമുക്ക് ചിലപ്പോ എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? എല്ലാ മക്കളും നോക്കില്ലേ? നോക്കാനൊന്നുമില്ല അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി വരാവുന്നത് ചിലപ്പം കൂട്ടങ്ങളായിട്ട് ചിത്രങ്ങൾ തരും. ടീച്ചർ മുന്നേ ക്ലാസ്സിൽ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കൂട്ടങ്ങളായിട്ട് ചിത്രങ്ങൾ തന്നുകൊണ്ട് ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനായിട്ട് പറയും. കൗണ്ട് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ നോക്കിക്കേ, ടീച്ചർ ഇവിടെ ചിത്രം വരയ്ക്കുക കേട്ടോ. അപ്പൊ മക്കൾ പറയണേ ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ടീച്ചറുടെ കയ്യിൽ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ് ഉള്ളത്. ഇവിടെ ഒരു കൂട്ടമുണ്ട്, ഇവിടെ ഒരു കൂട്ടമുണ്ട്,
3 കൂട്ടം കേട്ടോ, 3 കൂട്ടം നക്ഷത്രങ്ങളാണുള്ളത്. അപ്പൊ മക്കളെടുത്ത് പറയാണ് ഓരോ കൂട്ടത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം കണ്ടെത്തി എഴുതാനായിട്ട് പറയാണ്. എന്താണ്? ഓരോ കൂട്ടത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം കണ്ടെത്തിയിട്ട് എഴുതാനായിട്ട് പറയാം കേട്ടോ. അപ്പൊ എണ്ണം എഴുതാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ഇതേ കണക്ക് ഒരു ബോക്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കൂട്ടത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കാം. മക്കളൊന്ന് ഉച്ചത്തിൽ എണ്ണിക്കേടാ. 1, 2, 3, 4, 5 നക്ഷത്രങ്ങൾ അല്ലേ? 5 നക്ഷത്രങ്ങൾ. അടുത്ത് നോക്കിക്കേടാ. 1, 2, 3, 4, 5, 6 നക്ഷത്രങ്ങൾ അല്ലേ? അടുത്ത് നോക്കിയേ മക്കളെ. 1, 2, 3, 4, 5, 6, 7 നക്ഷത്രങ്ങൾ. എത്രയുണ്ട് മക്കളെ? 7 നക്ഷത്രങ്ങൾ. അപ്പൊ ഇതേ രീതിയിൽ എന്തെങ്കിലും കൂട്ടങ്ങളുടെ ചിത്രങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ കളിക്കുന്ന ടോയ്കളില്ലേ, കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ പൂക്കളുടെ ചിത്രങ്ങളോ എന്തെങ്കിലും ജീവികളുടെ ചിത്രങ്ങളോ ഒക്കെ തന്നിട്ട് ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഇപ്പൊ ഇവിടെ ടീച്ചർ എല്ലായിടത്തും എന്താണ് വരച്ചിട്ടുള്ളത്? സ്റ്റാർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ സ്റ്റാർ വരച്ചു. ഒരു ടീച്ചർ എന്ത് ചെയ്തു? ഇവിടെ ബോളാന്ന് വിചാരിക്കാം. ഇത് ബോളുകളുടെ കൂട്ടമാണ്, ഇത് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. ഇത് ടീച്ചർ എന്ത് ചെയ്തു? മിഠായികളുടെ കൂട്ടമാണ്. ഇതെന്താണ്? മിഠായികളുടെ കൂട്ടമാണ്. ഓക്കെ, അപ്പൊ നക്ഷത്രങ്ങളുടെ കൂട്ടമുണ്ട്, ബോളിന്റെ കൂട്ടമുണ്ട്, മിഠായികളുടെ കൂട്ടമുണ്ട്. എന്നിട്ട് മക്കളെടുത്ത് ചോദിക്കും ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഏത് കൂട്ടമാണ് മക്കളെ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത്? ഇത് നമുക്കറിയാം 5 ആണ്. ഇവിടെ ബോളുകളുടെ കൂട്ടം 6 ആണ്. ഇവിടെ നമ്മുടെ മിഠായികളുടെ കൂട്ടം എത്രയാണ്? 7 ആണ്. അപ്പം ഏറ്റവും കൂടുതൽ എണ്ണം ഏതാണ്? നമ്മുടെ മിഠായി ആണ് അല്ലെ? ചോക്ലേറ്റ് ആണ് ഏറ്റവും എണ്ണം കൂടുതൽ. എങ്കിൽ ടീച്ചർ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഏറ്റവും കുറവ് എണ്ണം ഏതിനാണ്? ഏറ്റവും കുറവെണ്ണമുള്ളത് ഏതാ മക്കളെ? നക്ഷത്രങ്ങളാണ് ഏറ്റവും കുറവെണ്ണമുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇത്തരം ചിത്രങ്ങൾ തരികയാണെങ്കിൽ കൂടുതലുള്ള കൂട്ടവും അതുപോലെ തന്നെ കുറവുള്ള കൂട്ടങ്ങളൊക്കെ കണ്ടെത്തി പറയാനായിട്ട് മക്കൾക്ക് പറ്റില്ലേ? ഓക്കെ, എങ്കിൽ ടീച്ചർ ഇവിടുന്ന് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നക്ഷത്രത്തെക്കാൾ എത്ര എണ്ണം കൂടുതൽ മിഠായികളാണുള്ളത്? നക്ഷത്രത്തെക്കാൾ എത്ര എണ്ണം മിഠായികളാണ് കൂടുതലുള്ളത്? നമുക്കറിയാം നക്ഷത്രങ്ങൾ 5 ആണുള്ളത്, മിഠായികളുടെ എണ്ണം 7 ആണ്. അപ്പൊ നമുക്കറിയാം മിഠായിയാണ് കൂടുതൽ എന്ന് അറിയാം. എങ്കിൽ നക്ഷത്രത്തെക്കാൾ എത്ര എണ്ണം കൂടുതലാണ് മിഠായികള്? 5 കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണി നോക്കിക്കേടാ. 5ലേക്ക് എത്ര കൂട്ടിയാലാണ് നമുക്ക് 7ലേക്ക് എത്താനായിട്ട് പറ്റുക? 5 കഴിഞ്ഞിട്ട് 6, 7 ഇല്ലേ? അതായത് 2 എണ്ണം കൂടുതലുണ്ട്. എത്രയാ മക്കളെ? 2 എണ്ണം കൂടുതലുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? എങ്കിൽ ടീച്ചർ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ബോൾ ഉണ്ട്, ഇവിടെ മിഠായി ഉണ്ട് അല്ലെ? മിഠായിയേക്കാൾ എത്ര എണ്ണം കുറവാണ് ബോളുകള്? മിഠായിയേക്കാൾ എത്ര എണ്ണം കുറവാണ് ബോളുകൾ ഉള്ളത്? പറഞ്ഞു നോക്കിക്കേടാ. ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ് അല്ലെ? 6ൽ നിന്ന് 7ലേക്ക് ചാടാനായിട്ട് എത്ര വേണം? 1 മതി. അപ്പൊ എത്ര എണ്ണാണ് കുറവുള്ളത്? 1 ആണ് കുറവുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യാ? നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? ആദ്യം എണ്ണ എടുക്കാം മക്കൾ. എണ്ണുമ്പോ തെറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യും? ആ ചോദ്യത്തിലെ എല്ലാ മാർക്കും എന്തായി പോകും? നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പൊ എണ്ണുമ്പോ എന്ത് ചെയ്യുക? കൂട്ടുകാർ ധൃതി ഒന്നും പിടിക്കാത്ത സാവധാനം എണ്ണിയിട്ട് കൃത്യമായിട്ട് എണ്ണം എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, ചിലപ്പോ മക്കളത് എണ്ണത്തിനനുസരിച്ച് നിറം നൽകാനൊക്കെ പറയും. ഇപ്പൊ ഇവിടെ 5 നക്ഷത്രങ്ങൾ തന്നു. എന്നിട്ട് കൂട്ടുകാരെടുത്ത് പറയാണ് 3 നക്ഷത്രത്തിന് നീല നിറവും 2 നക്ഷത്രത്തിന് ചുവപ്പ് നിറവും നൽകാനായിട്ട് പറയാണ്. എന്താണ്? 3 നക്ഷത്രത്തിന് നീല നിറവും 2 നക്ഷത്രത്തിന് ചുവപ്പ് നിറവും നൽകാനായിട്ട് പറയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് എണ്ണിട്ട് 3 എണ്ണം എന്ന് പറയുകയാണെങ്കിൽ 3 എണ്ണത്തിന് നീല നിറം, 2 എണ്ണത്തിന് ചുവപ്പ് നിറവും കൊടുക്കണം. നേരെ തിരിച്ചു കൊടുക്കാൻ പാടില്ലേ. 3 എണ്ണത്തിന് ചുവപ്പ് നിറം, 2 എണ്ണത്തിന് നീല നിറം കൊടുത്താല് എന്താവും? നമുക്ക് മാർക്ക് നഷ്ടമാവും. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത് അതനുസരിച്ച് മാത്രം എന്ത് ചെയ്യാ മക്കള് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ടീച്ചർ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇന്റഗ്രേഷൻ ഡേ 1ലും 2ലും ഒന്നും ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നാളെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മക്കൾ നോക്കിക്കേടാ. ടീച്ചർ ഇവിടെ ചെറിയൊരു ചിത്രം വരയ്ക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കേ. ഓക്കേടാ, ടീച്ചർ എന്ത് ചെയ്തു? ചെറിയൊരു ചിത്രം വരച്ചു അല്ലെ? ചെറിയൊരു ടോയുടെ ചിത്രമാണെന്ന് വിചാരിക്കുക കേട്ടോ. ഒരു കളിപ്പാട്ടത്തിന്റെ ചിത്രമാണ്. ഓക്കെ മക്കളെ, എന്നിട്ട് മക്കളെടുത്ത് പറയാണ് ചിത്രത്തില് ഈ രൂപവും ഈ രൂപവും ഈ രൂപവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി കണ്ടെത്താനായിട്ട് പറയാണ്. തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം കേട്ടോ. ഓരോ രൂപവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത്.
ഓക്കെ മക്കളെ, നമുക്ക് കണ്ടെത്തിയാലോ? ഇവിടെ നോക്കിക്കേട, ആദ്യം ഈ ഒരു രൂപമാണ് അല്ലെ. എത്ര എണ്ണമാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്? നോക്കിക്കേട, ഇവിടെ ഒരു കണ്ണുണ്ട് അല്ലെ. അപ്പൊ 1 2 കഴിഞ്ഞോടാ? 2 എണ്ണേ ഉള്ളൂ. അല്ല ഇതാടാ, ഇവിടെ വലിയൊരു വട്ടമില്ലേ? അപ്പൊ എത്രയുണ്ട്? 3 അല്ലെ. അപ്പൊ എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് കണ്ടെത്തേണ്ടതാ ഈ ഒരു രൂപമാണ്. എത്ര എണ്ണം ഉണ്ട് മക്കളെ ചിത്രത്തിൽ? നോക്കിക്കേ, ഇവിടെ ഒന്നുണ്ട്, അതുപോലെ ഇവിടെ ഒന്നുണ്ട് ഇല്ലേ. അപ്പൊ എത്രയാ മക്കളെ? ആകെ മൊത്തം 2 എണ്ണമായി. മനസ്സിലായോടാ? എങ്കിൽ കൂട്ടുകാർ പറഞ്ഞേ, ഇത്തരത്തിലുള്ള എത്ര രൂപങ്ങളുണ്ട് ഇതിനകത്ത്? വേഗം ഒന്ന് എണ്ണി പറഞ്ഞ മക്കളെ. ഇവിടെ ഒന്നുണ്ട്, 2 3, പിന്നെ ഇവിടെ വലുതൊന്നുണ്ട് അല്ലെ, 4. അപ്പൊ ഇത്രയ്ക്കിന്റെടാ 4 എണ്ണം കിട്ടി. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിത്രം തന്നിട്ട് ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്ന് മക്കളെടുത്ത് കണ്ടെത്താനായിട്ട് പറയും. ചിലപ്പം എന്ത് ചെയ്യും, അതിനനുസരിച്ച് നിറം നൽകാനായിട്ടും പറയും. അപ്പൊ നോക്കിക്കേടാ, ഇനി ടീച്ചർ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. കൂട്ടത്തില് ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏത് രൂപമാണ്? ഇതാണോ ഇതാണോ ഇതാണോ? ഏതാടാ? ഇതാണല്ലേ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത്. ഇത് 4 എണ്ണമാണ്. എങ്കിൽ ഏറ്റവും കുറവ് ഏതാണോ? ഇതാ ഈ ഒരു രൂപമാണ് ഏറ്റവും കുറവ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഈ ഒരു ഭാഗം കൂടി നോക്കിയിട്ട് പോവാ. നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലും ചോദിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കള്, നിങ്ങളുടെ നാളത്തെ എക്സാമിന് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ടീച്ചർ പറഞ്ഞുതരാം. മക്കൾ എന്ത് ചെയ്യാ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇതുവരെ നമ്മുടെ എക്സാമിന് പഴങ്ങളും പച്ചക്കറികളും ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടില്ലല്ലോ. ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മക്കളൊന്ന് നോക്കിയിട്ട് പോകണമെന്ന്. അപ്പൊ കുറെ കൂട്ടുകാരൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പഴങ്ങളുടെ പേരും പച്ചക്കറികളുടെ പേരുകളും അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ഇന്നത്തെ എക്സാമിന് നമുക്ക് ചോദിച്ചില്ല. ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, പഠിച്ചിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഒരിക്കൽ കൂടി ഒക്കെ പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് മറച്ചു വെച്ചിട്ട് നോക്കുക. ഇനി ഏതെങ്കിലും കൂട്ടുകാർ ഇതുവരെ പഠിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാ, നിർബന്ധമായിട്ടും പഠിക്കാട്ടോ. ഇനി ടീച്ചർ പറയണോ എങ്ങനെയാ ചോദ്യം വരിക എന്നുള്ളത്? പറയണോടാ? ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു കൂട്ടുകാര് നമ്മൾ ആ വീഡിയോ കാണാത്തതായിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാ, ഒരിക്കൽ കൂടി പറയാം. മക്കൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങളോ പേരുകളോ ഒക്കെ തരും. മിക്കപ്പോഴും ചിത്രങ്ങളാണ് തരിക. എന്നിട്ട് എന്ത് ചെയ്യും, മക്കളെടുത്ത് പറയും അവയെ പഴങ്ങളെന്നും പച്ചക്കറികളെന്നും തരംതിരിച്ച് എഴുതാനായിട്ട് പറയും. മനസ്സിലായോ? അപ്പൊ ചിത്രങ്ങൾ കണ്ടിട്ട് അത് പഴമാണോ അല്ലെങ്കിൽ പച്ചക്കറിയിൽ ഉൾപ്പെടുന്നതാണോ എന്നുള്ളത് കണ്ടെത്തി പറയാനായിട്ട് മക്കൾക്ക് പറ്റണം കേട്ടോ. അപ്പം ഒരു 1 2 പഴങ്ങളുടെ പേരുകളൊന്ന് പറഞ്ഞേടാ. ഏതൊക്കെയാണ്? മാങ്ങ, പേരക്ക, മുന്തിരി ഇല്ലേ. ഇതൊക്കെ എന്താടാ, പഴങ്ങളിൽ പെടുന്നതാണല്ലേ. പച്ചക്കറികളോ? തക്കാളി, വെണ്ട, ഉരുളക്കിഴങ്ങ് ഇല്ലേ. ഇതൊക്കെ എന്താണ്, പച്ചക്കറിയിൽ പെടുന്നതാണ്. ഒരു വർഷം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചാല്, ഒരുപാട് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മക്കളെടുത്ത് പറഞ്ഞു, പഴങ്ങളെ കണ്ടെത്തിയിട്ട് അവയ്ക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾ കണ്ടെത്തിയിട്ട് അവയ്ക്ക് പച്ച നിറവും നൽകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഏത് രീതിയിൽ ചോദ്യം വരികയാണെങ്കിലും മക്കൾ എന്ത് പഠിച്ചാൽ മതി, കുറച്ച് പഴങ്ങളും പഠിച്ചു വെക്കുക, കുറച്ച് പച്ചക്കറികളുടെ പേരുകളൊക്കെ എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക കേട്ടോ. ചിത്രം കണ്ടാൽ മക്കൾക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ആ ഒരു കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ അല്ലെ. നമ്മൾ ഓരോരോ റൂമിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. അപ്പൊ ആ ഉപകരണങ്ങളുടെ പേരുകളും ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ തരികയാണെങ്കിൽ അത് എന്താന്ന് കണ്ടെത്തി പറയാനും എഴുതാനും ഒക്കെ മക്കൾ എന്ത് ചെയ്യാ, നോക്കിയിട്ട് പോവാ കേട്ടോ. ടീച്ചർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാ ചോദ്യം വന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ട് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കണ്ടെത്തിയിട്ട് വട്ടത്തിനുള്ളിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യാം, മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവാ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. ഓക്കെ മക്കളെ, പിന്നെ ഒരൊറ്റ കാര്യം കൂടി എന്ത് ചെയ്യാം, മലയാളത്തിൽ മക്കൾ നോക്കിയിട്ട് പോവാ. ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. പഠിച്ചിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് വേഗം പോയിട്ട് പഠിക്കുക കേട്ടോ. ബാക്കി വീഡിയോ നമ്മുടെ മുന്നത്തെ ക്ലാസ് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി പറയാൻ ടീച്ചർ. അതായത് നമ്മൾ കരയിൽ ജീവിക്കുന്ന കുറെ ജീവികളെയും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇത്രയും ദിവസം ചോദ്യങ്ങൾ വന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കരയിൽ ജീവിക്കുന്ന കുറച്ച് ജീവികളുടെ പേരുകൾ ഇനിയും ടീച്ചർ പറയുന്നില്ല കേട്ടോ, ഒത്തിരി ക്ലാസ്സുകളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, കരയിൽ ജീവിക്കുന്ന ജീവികളുടെ പേരുകളും വെള്ളത്തിൽ ജീവിക്കുന്ന കൂട്ടുകാരുടെ പേരുകളൊക്കെ എന്ത് ചെയ്യാം, മക്കൾ നോക്കിയിട്ട് പോവാട്ടോ. പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മക്കള് എഴുതി പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിത്രങ്ങൾ തരും ജീവികളുടെ, എന്നിട്ട് അവയെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിരിക്കും പറയാ കേട്ടോ.
അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്തറിയണം, അവയുടെ പേരുകൾ എഴുതാനായിട്ട് അറിയണ്ടേ. അപ്പൊ എന്ത് ചെയ്യുക, അവയുടെ പേരുകളൊക്കെ എഴുതി തന്നെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ 1ാം ക്ലാസ്സിലെ കൂട്ടുകാര് ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.